സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നമ്മോട് പ്രതികരിക്കുകയാണ്. മിനിസ്റ്റർ, ഇപ്പോൾ വീണ്ടും മുസ്ലിം സംഘടനകൾ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. പിണറായി സർക്കാർ ഫാസിസമാണ് നടപ്പിലാക്കുന്നതെന്നൊക്കെയുള്ള പരാതിയും ഗുരുതര ആരോപണമൊക്കെയാണ് അവർ നടത്തുന്നത്. ഫാസിസം നടപ്പിലാക്കുന്നു എന്നുള്ള പരാതിയും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് മാധ്യമങ്ങളുടെ സൃഷ്ടിയായിരിക്കും. മുസ്ലിം സംഘടനകൾ അങ്ങനെ അഭിപ്രായപ്പെടാനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളോട് ന്യൂനപക്ഷ വിഭാഗങ്ങൾ അത്രമാത്രം അടുപ്പത്തിലാണ് പോകുന്നത്. അത് മാധ്യമങ്ങൾ പ്രശ്നത്തെ വഷളാക്കുന്നതിന് വേണ്ടി പറയുന്ന കാര്യമായിട്ട് മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. മറ്റേത് അതൊരു പൊതുപ്രശ്നമാണ്, അതേതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പ്രശ്നമല്ല. നമുക്ക് 47 ലക്ഷത്തോളം വരുന്ന കുട്ടികളുണ്ട്. പിന്നെ അവരുടെ ടോട്ടൽ ലക്ഷ്യമാണ് നമ്മുടെ അജണ്ട. അതിൽ ഹിന്ദുവുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിമുണ്ട്, ജാതി ഉള്ളവരുണ്ട്, ജാതി ഇല്ലാത്തവരുണ്ട്. എല്ലാവർക്കും പഠിക്കാൻ പറ്റുള്ള സൗകര്യം കൊടുക്കുക എന്നുള്ളതാണ്. അക്കാഡമിക് പഠനത്തിനാണ് ഫസ്റ്റ് പ്രാധാന്യം. ഗവൺമെൻറ് നടത്തുന്ന വിദ്യാഭ്യാസത്തിനാണ് ഫസ്റ്റ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലാത്തവർ സ്വന്തം റിസ്കിൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികളുടെ സമയം മാറ്റുന്നതിന് വേണ്ടി പറ്റില്ല. ഇത് മാത്രമല്ല, അതെല്ലാം പിന്നെ തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ്റിലല്ലേ തീരുമാനിക്കേണ്ടത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദൂരീകരിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്ന് മാത്രമല്ല, ഇത് കോടതി ഉത്തരവാണ്. അപ്പോൾ അവർ കോടതിയിൽ പോകുന്നതായിരിക്കും നല്ലത്, അവർക്ക് പ്രതിഷേധം ഉണ്ടെങ്കിൽ. അല്ലാതെ പിന്നെ ഇതിൻ്റെ കാര്യത്തിൽ ആണൊരു കർശനമായ ഗവൺമെൻറ് ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ഗവൺമെൻറ് അങ്ങനെ ഒരു കടുത്ത നിലപാടുമില്ല. കോടതി പറഞ്ഞു 15 മിനിറ്റ് രാവിലെ, 15 മിനിറ്റ് വൈകുന്നേരം, അങ്ങനെ 30 മിനിറ്റ് ഒരു കുട്ടിക്ക് ഒരു ദിവസം പഠനത്തിന് കൊടുക്കുന്നു. ഒരു കുട്ടിക്ക് 30 ദിവസം പഠനത്തിലധികമായി കൊടുക്കുന്നതിനൊന്നും സമയത്തിനൊന്നും ഒരു സാധ്യതയില്ല കേരളത്തിൽ. അതൊന്നും പിന്നെ കേരളത്തിൽ അതൊന്നും വഹിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. ഈ പറയുന്നവർ, ഈ മുദ്രാവാക്യം പറയുന്നവർക്ക് യു പിയിൽ ചെന്ന് പറയാൻ പറ്റുമോ? ഗുജറാത്തിൽ ചെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല പറയാൻ. കേരളത്തിൽ പറയാൻ പറ്റുന്നത് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം കേരളത്തിൽ ഭരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതവർ മനസ്സിലാക്കിയിരിക്കണം. പലതവണ പരാതി നൽകി, ആ പരാതി മുഖവിലയ്ക്ക് പോലും എടുത്തില്ല എന്നൊക്കെയാണ് അവർ ഉന്നയിക്കുന്ന പരാതി. ആർക്കേത് പരാതി എത്ര പ്രാവശ്യം എഴുതി കൊടുത്തുകൂടാ? പരാതിയിൽ പറയുന്ന പ്രശ്നമല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ പിന്നെ പരാതി എഴുതി തന്നെ തെറ്റാണ്. എൻ്റെ പരാതി ഒന്നും കിട്ടിയിട്ടില്ല, അത് വേറെ വിഷയം. അങ്ങനെ പരാതി പറയാൻ വേണ്ട ഉള്ള കാര്യമാണോ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. ഈ വിഷയത്തിന് മദ്രസാ പഠനം അതൊക്കെയാണ് ഇവർ ഉന്നയിക്കുന്ന വിഷയം. മദ്രസാ പഠനമൊക്കെ അവർക്ക് നടത്തുന്നതിന് വേണ്ടി ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു തടസ്സമായിരുന്നു പറഞ്ഞിട്ടില്ലല്ലോ. മദ്രസാ പഠനം നാളെ മുതൽ വേണ്ടെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പഠിക്കാൻ പോകാം, ഒരു പ്രശ്നമില്ല. നമ്മുടെ സമയം അനുസരിച്ച് അവിടെ ക്രമീകരിക്കണം, അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലും വിഭാഗത്തിൻ്റെ സമയം, പിന്നെ ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹം വന്നൊരു സമയം പറയുന്നത് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നത്, പിന്നെ ജൈനർ വേറൊന്ന് പറയുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ വേറൊരു പറയുന്നു, ഹിന്ദുക്കൾ വേറൊരു ടൈം പറയുന്നു. അപ്പോൾ ഈ സമയമില്ല, നമ്മളെന്ത് ചെയ്യണം? എന്തേ നിങ്ങൾ പറയണം. ഒരാൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നിലവിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിഷയത്തിൽ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോടൊപ്പം ഗോപാൽ ശീലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.